നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ. VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെയും കീഹോൾ ക്ലിനിക്കിലെയും ബാരിയാട്രിക് സർജനാണ്. ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ ഭാരം കുറയ്ക്കുന്നതിനുള്ള, പൊണ്ണത്തടി മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയകളെയാണ് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് മെറ്റബോളിക് സർജറി എന്ന് പറയാറുണ്ട്. കാരണം ഈ വണ്ണം കൂടിക്കഴിയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള മെഡിക്കൽ അസുഖങ്ങൾ വരും. ഡയബറ്റിസ് വരിക, പ്രഷർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, PCOD എന്ന് പറഞ്ഞിട്ട് വന്ധ്യത വരുത്തുന്ന തരത്തിലേക്ക് അണ്ഡാശയത്തിൽ സിസ്റ്റുകൾ വരിക, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ട് വരിക, അതുപോലെ തന്നെ മെഡിക്കൽ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ മാറ്റുന്ന ഓപ്പറേഷനെയാണ് മെറ്റബോളിക് സർജറി, ബാരിയാട്രിക് സർജറി എന്നൊക്കെ പറയുന്നത്. നമുക്ക് മെഡിക്കൽ അസുഖങ്ങൾ വരുന്നു എന്നത് തന്നെയാണ് പ്രധാനമായിട്ടും ഈ പൊണ്ണത്തടി കൊണ്ടുള്ളൊരു ദോഷം. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള പ്രക്രിയകൾ ആവശ്യമായി വന്നേക്കാം. പ്രധാനമായിട്ടും വരാതിരിക്കാൻ നോക്കുക. നമ്മുടെ വണ്ണം കൂടുന്നു, അത് പൊണ്ണത്തടിയുടെ റേഞ്ചിലേക്ക് കയറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതചര്യയിൽ വ്യത്യാസപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും അതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമുക്ക് സൈക്കോളജിയോ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്കതിനെ തിരിച്ച് ആ പ്രശ്നങ്ങളെ മാറ്റുക. അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിലൊരു ആശ്വാസം കണ്ടെത്തുന്ന രീതിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മാറ്റാനായിട്ട് കൗൺസിലിംഗ് എടുത്തിട്ടാണെങ്കിലും മാറ്റണം. ഒരു പരിധി വിട്ടുപോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ കഴിക്കാനായിട്ട് പറ്റും. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ കൊണ്ട് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 5 കിലോ ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലോങ് ടൈം മരുന്ന് കഴിച്ചാലും 4-5 കിലോ വ്യത്യാസം വരുന്നുള്ളൂ എന്ന് പറയുന്നത് അത്ര ആശ്വാസമല്ല. എന്നാലും ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയാൽ നല്ലത്. പിന്നീടുള്ളതാണ് ഈ ബലൂൺ ചികിത്സ, ഗ്യാസ്ട്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ്. അതുകൊണ്ടൊക്കെ ഒരു 10-20 കിലോ ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ കുറയ്ക്കാനുള്ള ഭാരം 40 കിലോ 50 കിലോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാരിയാട്രിക് സർജറി തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ. ബാരിയാട്രിക് സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭയത്തോടുകൂടി കാണുന്ന ആൾക്കാരുണ്ട്. ബാരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എന്തോ അപകടം പറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊണ്ണത്തടി കൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം അധികരിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ അതിനെ എങ്ങനെയെങ്കിലും നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസാണ് ബാരിയാട്രിക് സർജറി. വളരെ ഹൈ റിസ്കിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളപ്പോൾ നമ്മളെ ഒരു ജീവിതത്തിലേക്ക് നോർമൽസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശസ്ത്രക്രിയകൾക്ക് കുറച്ചൊക്കെ റിസ്ക് പറയാമെന്നുണ്ടെങ്കിലും നമ്മൾ വിദഗ്ധരായിട്ടുള്ള ഒരു ഡോക്ടറെ കൊണ്ട് നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൻഡിക്സിൻ്റെയോ ഗോൾ ബ്ലാഡറിൻ്റെയോ ഹെർണിയുടെയൊക്കെ ചെയ്യുന്ന അതേപോലെയുള്ളൊരു വളരെ കുറഞ്ഞ കോംപ്ലിക്കേഷൻസ് റേറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ബുദ്ധിമുട്ടുകളെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഭയന്നിട്ട് 100% പ്രയാസത്തിലിരിക്കുന്നതിലും വളരെ നല്ലത് 1% അതിൽ താഴെയും മാത്രം റിസ്കുകളുള്ള ഇത്തരം ഓപ്പറേഷൻസ് ചെയ്ത് സുഖപ്പെടുന്നത് തന്നെയാണ്. ബാരിയാട്രിക് സർജറിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞുള്ള ഓപ്പറേഷനാണ്. നമ്മുടെ ആമാശയത്തിൻ്റെ കുട പോലെ വലുതായിട്ടിരിക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട്. അതിനകത്ത് ഗ്രലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്, അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. നമുക്ക് ഫാറ്റ് ദേഹത്ത് കൂടി നിൽക്കാനും കൂടുതൽ ആഹാരം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം അതിനെ മാറ്റുന്ന ഒരു ഓപ്പറേഷനാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടി നിൽക്കുന്ന ഒരു ട്യൂമർ നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ ആ ട്യൂമറിനെ നമ്മൾ മാറ്റുന്നെന്ന് കരുതിയാൽ മതി. ആ ഭാഗത്ത് ആമാശയം പോയതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. നമ്മുടെ അസിഡിറ്റിയും എല്ലാം കുറയും. ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു ഫുൾനെസ് കിട്ടും. നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിർത്തുമല്ലോ. അങ്ങനെ കുറച്ചിട്ട് ഈ മെഡിക്കൽ അസുഖങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസം തന്നെ പോകും. ഒറ്റമൂലി പോലെ തന്നെ പ്രയോഗമായിട്ട് വരാം. നമുക്ക് ഡയബറ്റീസ് അടുത്ത ദിവസം പോകും, കൊളസ്ട്രോൾ കുറയും, നമ്മുടെ പ്രഷർ നോർമലാവും, നമുക്ക് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞിട്ട് കൂർക്കം വലി അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന അവസ്ഥ, PCOD എല്ലാം മാറി സുഖമാവും. ക്യാൻസർ വരാനുള്ള സാധ്യത വരെ 70% കുറയ്ക്കും. അപ്പോൾ വളരെ നല്ല പ്രൊസീജിയേഴ്സാണ്. ലോങ് ടേം ആയിട്ട് നമ്മളെ സുഖമായിട്ട് നിർത്തുന്നതിന് സഹായിക്കും. അപ്പോൾ അതിനെ ഭയക്കേണ്ടതില്ല. നല്ലൊരു സ്ഥലത്ത് ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാം. അപകടമില്ലാതെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. നമസ്കാരം.